അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രകാന്തത്തിൽ വന്ന ആ പോസ്റ്റ് വിമൺ അച്ചുവിൻ്റെ കയ്യിൽ ലെറ്റർ കൊടുക്കുകയാണ്. ഇത് പോലീസിൻ്റെ മെമ്മോ ആണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം ആ പോസ്റ്റ് വിമൺ ചോദിക്കുന്നുണ്ട്, ഞാൻ അമ്പാട്ട് വീട്ടിൽ പോയി അവിടെ ഇല്ലായിരുന്നു, എന്താ ഇപ്പോൾ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ചുവിനൊന്നും പറയാൻ തോന്നുന്നില്ല കേട്ടോ. അച്ചു മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് രുക്കു പറയണേ, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയണം. ശരി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് വിമൺ പോവുകയാണ്. അതിനുശേഷം ചന്ദ്രയും സത്യനും എല്ലാവരും വരികയാണ് കേട്ടോ. പോലീസ് അക്കാദമിയിലേക്ക് ട്രെയിനിങ്ങിന് പോകാനുള്ള മെമ്മോ ആണ് ഇത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയും, എൻ്റെ അവൾക്ക് ഒരു പോലീസുകാരനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു, അതായിരുന്നു അവൾക്ക് ആ ദിലീപിനെ കെട്ടണം എന്ന് വിചാരിച്ചിരുന്നത്. എന്തായാലും ശരി, നിനക്കൊരു പോലീസ് ആവാൻ പറ്റിയല്ലോ, നിൻ്റെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചല്ലോ, എല്ലാം അവളുടെ ഭാഗ്യമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം സത്യൻ കൺഗ്രാജുലേഷൻ പറയണം കേട്ടോ. പിന്നീട് എൻ്റെ അളിയനൊരു പോലീസായല്ലോ, നീ ഒരു പോലീസുകാരനായി വന്നിട്ട് വേണം നമുക്കൊരു വിലസാൻ എന്നെല്ലാം പറയുകയാണ്. പിന്നീട് അത് കേൾക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, എൻ്റെ ഈ പോലീസിൻ്റെ കാര്യത്തിന് എല്ലാത്തിനും എൻ്റെ ചേച്ചിയുടെ പ്രാർത്ഥനയാണ് എന്ന് പറയുമ്പോൾ ചന്ദ്ര വിചാരിക്കേണ്ട മനസ്സിൽ, ഇനി ഇവൻ അവളെ മറന്നിട്ടില്ലേ, അവരുടെ കാര്യം തന്നെയാണോ, നല്ലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവനെ ഓർമ്മ വരുമല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നെ അതൊന്നും കാണാതെ ചന്ദ്ര പറയാൻ, ശരിയാണ്, ചേച്ചിയുടെ കഷ്ടപ്പാടും പ്രാർത്ഥനയും എല്ലാം ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം എന്തായാലും ശരി അകത്തേക്ക് പോവുകയാണ്. ഒരുപാട് സന്തോഷമാണ് എല്ലാവർക്കും, ചന്ദ്രയ്ക്കും സത്യനും ഒക്കെ സന്തോഷമാണ്. എല്ലാം എൻ്റെ രുക്കുവിൻ്റെ ഭാഗ്യമാണ്, ഇവിടെ വന്നത് കാരണമാണ്, അവളുടെ ഭാഗ്യമാണ്, അവളെ കല്യാണം കഴിച്ച കാരണമാണ് നിനക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം വന്നത് എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് റൂമിൽ വന്നിട്ട് അച്ചു വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം രുക്കു വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് വിഷമിച്ച് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല ഇനി ട്രെയിനിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലവുണ്ട് എന്ന് പറയുകയാണ്. കുറച്ച് പൈസ വേണമല്ലോ ഡ്രസ്സും മറ്റു കാര്യങ്ങൾക്കെല്ലാം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അയ്യോ എൻ്റെ വീട്ടുകാരോടൊന്നും ചോദിക്കരുത് കേട്ടോ, നീ ഇതുവരെ എങ്ങനെയായിരുന്നു, ഒരു കൂലിയും വേലയും ഇല്ലാതെ നീ അവരുടെ മുമ്പിൽ പൈസ ചോദിക്കുന്നത് നാണക്കേടാണ്, അത് എനിക്ക് നാണക്കേടാണ്, അതുകൊണ്ട് നീ അത് ചോദിക്കരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ എന്ത് ചെയ്യും രുക്കു, നിന്നോട് വല്ല ഗോൾഡ് ഉണ്ടോ എന്ന് ചോദിക്കുക. എൻ്റെ ഗോൾഡൊന്നും എടുക്കാൻ പറ്റില്ല അച്ചു, അവരറിയാതെ എൻ്റെ ഗോൾഡൊന്നും എടുക്കാൻ പറ്റില്ല, അത് കാരണം നീ നിൻ്റെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും നീ കുറച്ച് പൈസ ചോദിക്കുക, അല്ലാതെ ഒരു രക്ഷയില്ല എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം രുക്കു പോവുകയാണ് കേട്ടോ. പിന്നീട് അതേസമയം അർച്ചന ഇങ്ങനെ വിളിക്കുകയാണ്, ഇത്ര നേരം അവൻ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അർച്ചന വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അച്ചു ഫോൺ എടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ പറയുകയാണ് കേട്ടോ, ചേച്ചി ഞാനിപ്പോൾ വിളിക്കണം വിചാരിച്ചതാണ് എന്നിങ്ങനെ പറയണം. എപ്പോഴാണ് നീ പോകുന്നത് ട്രെയിനിങ്ങിന് എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴാണെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നിങ്ങനെ പറയണം. ശരി, എന്താ പ്രശ്നം എന്നുള്ളത് എനിക്കറിയാം, ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇടാം, നിൻ്റെ കാര്യങ്ങളെല്ലാം നീ ചെയ്യണം, നീ അവിടെ പോയി ട്രെയിനിങ്ങിന് പോയിട്ട് നല്ലപോലെ നന്നായിരിക്കും കളി ചെയ്യണം, നിൻ്റെ ശരീരം നോക്കണം, എല്ലാ കാര്യങ്ങളും പറയണം കേട്ടോ. അതേസമയം ചേച്ചി നിനക്ക് അതിന് വേണ്ടിയിട്ട് ചേച്ചി പ്രാർത്ഥിക്കാൻ എനിക്ക് എന്നിങ്ങനെ പറയണം. ശരി, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നീയും രുക്കും കൂടി വീട്ടിലേക്ക് അമ്പാട്ട് വീട്ടിലേക്ക് ഒന്ന് വരണം, ഞങ്ങളുടെ എല്ലാം കൂടി ആഗ്രഹമായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അർച്ചന അച്ചുവിൻ്റെ ഫോണിലേക്കും പൈസ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, 25,000 രൂപ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് അർച്ചന നേരെ ഓഫീസിലേക്ക് പോകണം, ഓഫീസിൽ പോയിട്ട് ലഡ്ഡു കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അവന് പോലീസ് സെലക്ഷൻ്റെ കിട്ടിയത്, അവന് ട്രെയിനിങ്ങിന് പോവുകയാണ് എന്ന് പറയും. ചേച്ചിയുടെ ആഗ്രഹം നടന്നില്ലേ മാഡം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ, എൻ്റെ മാത്രമല്ല അമ്പാട്ട് കുടുംബത്തിലെ ഓരോരുത്തരുടെയും ആഗ്രഹമായിരുന്നു അവനൊരു പോലീസുകാരനാവണം എന്നുള്ളത്, പിന്നെ ഞങ്ങളുടെ മാത്രം ആഗ്രഹമല്ല അവൻ്റെ ലക്ഷ്യം കൂടിയാണ് എന്നിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വിജയശങ്കറിൻ്റെ ഗുമസ്തം വരികയാണ് കേട്ടോ. അവർക്കൊക്കെ ലഡ്ഡു കൊടുക്കുകയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് അച്ചു പോവുകയാണ്, വിജയശങ്കറിൻ്റെ അനിയൻ പോവുകയാണ്, പോലീസ് ഇതിന് ട്രെയിനിങ്ങിന് പോവുകയാണ് എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദീപ്തിയും വസും ഒക്കെ ചോദിക്കും, ചേച്ചിയോട് പറഞ്ഞില്ലേ അവൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അറിയില്ല, ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അർച്ചന നേരെ വീട്ടിലേക്ക് വരികയാണ്, കുറേ പച്ചക്കറിയും ഒക്കെ ആയിട്ടാണ് വരിക കേട്ടോ. അത് കാണുമ്പോൾ രമ്യയും മഞ്ജും ചോദിക്കും, എന്താ ചേച്ചി പച്ചക്കറിയൊക്കെ ആയിട്ട് നേരത്തെ വന്നിരിക്കുന്നത്, ഞങ്ങൾ പോയി വാങ്ങിക്കുമല്ലോ, എന്തിനാ ചേച്ചി പോയത് എന്നിങ്ങനെ ചോദിക്കും. ഇന്നാണ് അച്ചു പോകുന്നത്, അച്ചും രുക്കും കൂടി ഇങ്ങോട്ടേക്ക് വരും, അവന് വേണ്ട ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം, അവനെ അമ്പാട്ട് വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ അവനെ വിട്ടയക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജു ചോദിക്കണ്ടോ, ശരിക്കും രുക്കു വരുമോ ചോദിക്കാം. ആരാ അച്ചു വരികയാണെങ്കിൽ രുക്കും വരുമല്ലോ എന്നിങ്ങനെ ചോദിക്കണം. അത് കണ്ടുകൊണ്ട് ചിന്നു വന്ന് ചോദിക്കണം, കുഞ്ഞമ്മാവും വരുമോ ചോദിക്കണം. ആ വരും വരും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അർച്ചന അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോയത് രമ്യ മഞ്ജും കൈപ്പിടിച്ചിട്ട് പറയണം, ശരിക്കും വരൂ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് മഞ്ജു മെല്ലെ ഫോൺ ചെയ്തിട്ട് ചന്ദ്രയോട് ചോദിക്കുകയാണ്, ഇന്ന് അച്ചു ഇങ്ങോട്ടേക്ക് വൈകുന്നേരമാണോ പോകണത്, അതെങ്ങനെയാണ്
അർച്ചന അറിഞ്ഞത് ചോദിക്കുക. അതെനിക്കറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ചന്ദ്ര എന്നിട്ട് വിചാരിക്കണേ എങ്ങനെയാണ് അർച്ചന ഇന്ന് വൈകുന്നേരം പോണതുള്ളത് അറിഞ്ഞത് എന്ന് ആലോചിച്ച് കൊണ്ട് നിൽക്കുകയാണ്.